റഡ്ഗർ ക്രിസ്ത്യൻ ബ്രഗ്മൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം തൻ്റെ കൊച്ചുമകനോട് പറയാണ്, മകനെ, നമ്മുടെയൊക്കെ മനസ്സിൽ രണ്ട് ചെന്നായ്ക്കൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഥ അപനിർമ്മിക്കപ്പെടേണ്ട ഒരു കഥയാണ്. കാരണം അദ്ദേഹം ഉപയോഗിച്ചത് രണ്ട് ചെന്നായ്ക്കൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ചെന്നായ ദുരാപക, അല്പത്വം, നമ്മുടെ ഇന്നത്തെ രീതി പറഞ്ഞ ഫാസം, വർഗീയത, മതമൗലികവാദം, ഇങ്ങനെയുള്ള എല്ലാ അല്പത്തരങ്ങളുമാണ് ഒരു ചെന്നായ. രണ്ടാമത്തെ ചെന്നായ സ്നേഹം, സൗഹൃദം, സംവാദം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രീതി പറഞ്ഞ മതനിരപേക്ഷത. മലയാളത്തിലെ ഏറ്റവും മധുരമുള്ള വാക്കുകളിൽ മുന്നിൽ നിൽക്കുന്നത് മതനിരപേക്ഷത. ആ മതനിരപേക്ഷത, മാനവികത, ഇടതുപക്ഷം, സോഷ്യലിസം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് രണ്ടാമത്തെ ചെന്നായ പ്രതിനിധീകരിക്കുന്നത്. സാധാരണ നമ്മൾ പണ്ട് കേട്ട കഥകളിലൊക്കെ ഇങ്ങനെയല്ല അത് അവതരിപ്പിക്കുക. ചെന്നായ എന്തായാലും ദുഷ്ടതയാണ്. പിന്നെ വേണമെങ്കിൽ വല്ല ആട്ടുകുട്ടിയോ അല്ലെങ്കിൽ വല്ല മാലാഖയോ ഒക്കെ ഇപ്പുറം വെച്ച് വേണം നമുക്ക് ബാലൻസ് ഒപ്പിക്കാൻ. പക്ഷേ റഡ്ഗർ ബർഗ്മാൻ അത് പൊളിച്ചിരിക്കുകയാണ്. അതിന് മനഃശാസ്ത്രപരമായിട്ട് ആഴത്തിൽ വേരുകളുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിൽഹം റേക്കിൻ്റെ ലിസൺ ലിറ്റിൽ മാൻ 45 ശ്രദ്ധേയമായൊരു പ്രബന്ധമാണ്. മാസ് സൈക്കോളജി ഓഫ് ഫാസം എന്ന പുസ്തകത്തിലൂടെ. ആ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പ്രബന്ധം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വന്നിട്ടില്ല. അത് അടുത്ത് വിവർത്തനം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലിസൺ ലിറ്റിൽ മാൻ. ചെറിയ മനുഷ്യ ശ്രദ്ധിക്കൂ. ആരാണ് ചെറിയ മനുഷ്യർ? നമ്മൾ മുഴുവനും ചെറിയ മനുഷ്യരാണ്. അപ്പോൾ വലിയ മനുഷ്യരോ? നമ്മൾ തന്നെയാണ്. രണ്ടും നമ്മൾ തന്നെയാണ്. നമ്മൾ ചെറിയ മനുഷ്യരാണ്, നമ്മൾ വലിയ മനുഷ്യരുമാണ്. അത് വിൽഹം റേക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ചെന്നായ്ക്കളാണ്. ഒന്ന് നന്മയുടെ ചെന്നായ, മറ്റൊന്ന് തിന്മയുടെ ചെന്നായ. അപ്പോൾ ഈ കുട്ടി പറയും, കുട്ടിക്ക് ഭയങ്കര കൗതുകമായി, രണ്ട് ചെന്നായ. അപ്പം അദ്ദേഹം പറയും, എല്ലാവരുടെ മനസ്സിലും, ആദ്യം പറഞ്ഞത് മുത്തച്ഛൻ്റെ മനസ്സിൽ നിന്നാണ്, രണ്ട് ചെന്നായ്ക്കൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തച്ഛൻ വിപുലപ്പെടുത്തി, എല്ലാവരുടെ മനസ്സിലും ഈ രണ്ട് ചെന്നായ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു പടി കൂടി കടന്നു, നിൻ്റെ മനസ്സിലും ഈ രണ്ട് ചെന്നായ. അപ്പോഴാണ് കുട്ടിക്ക് സ്ട്രൈക്ക് ചെയ്തത്. മുത്തച്ഛൻ്റെ മനസ്സിൽ രണ്ട് ചെന്നായ, ആ കടിപിടി കൂടിക്കോട്ടെ. മറ്റുള്ളവരുടെ മനസ്സിൽ രണ്ട് ചെന്നായ, കടിപിടി കൂടിക്കോട്ടെ. നിൻ്റെ മനസ്സിലും ഇത് നിന്നെയും ബാധിക്കും എന്ന് വന്നപ്പോൾ കുട്ടി ആകെ അന്തം വിട്ട് അന്താളിച്ച് അസ്തപ്രജ്ഞനായിപ്പോയി. കുട്ടി ചോദിച്ചു പോകും, മുത്തച്ഛ, ഇതിലേത് ചെന്നായയാണ് ജയിക്കുക? ചോദിച്ചു പോവും. ഇപ്പം ചിലരൊക്കെ തെരഞ്ഞെടുപ്പ് വരുമെങ്കിലും, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തെങ്കിലും സ്വരാജ് ജയിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ചോദിച്ചു പോകും. അങ്ങനെ ചോദിച്ചു. അപ്പം മുത്തച്ഛൻ പറഞ്ഞു, ഏത് ചെന്നായക്കാണോ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ആ ചെന്നായ ജയിക്കും. ഞാൻ തീറ്റ കൊടുക്കുന്നത് ഏത് ചെന്നായക്കാണ്? എനിക്ക് ഇന്നത്തെ ദിവസം ഉറപ്പിച്ച് പറയാം, ചായ വസന്തം വായിച്ച മെൻ ഓഫ് റുട്ടോവിനും മനോഹരനുമൊപ്പം ചായ കുടിച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രബുദ്ധമായ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രബുദ്ധമായ സദസ്സിന് മുമ്പിൽ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ പറഞ്ഞാലും തീറ്റ കൊടുത്തിരിക്കുന്നത് ആ ജനായത്ത മതനിരപേക്ഷ ഇടതുപക്ഷ ചെന്നായക്കാണ് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എല്ലാ ദിവസവും തീറ്റ കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, നമ്മളുടെ ഭാഷയിൽ നിന്ന് ആ എങ്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റിയാൽ ഉറപ്പാണ് കേരളത്തെക്കുറിച്ച് പ്രത്യക്ഷത്തിനപ്പുറം എന്ന വലിയ തലക്കെട്ടിൽ നമ്മൾ പങ്കുവെക്കുന്ന ഉത്കണ്ഠകൾ കുറഞ്ഞു വരും.